സമൂഹത്തിൻ്റെ അംഗീകരിക്കപ്പെടാത്ത 4 കാര്യങ്ങൾ കേരളത്തിൽ അംഗീകരിക്കപ്പെടണം, കേരളം സ്വീകരിക്കണം. അതിന് 4 ആൾക്കാരും ഇന്ത്യയിൽ ഞങ്ങൾ ഓരോരുത്തരുത്. ഒന്ന്, വനവാസി മൂപ്പനായിട്ടുള്ള കരിന്തണ്ടനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. നമ്മുടെ ഒരു കാര്യകർത്താവ് അതിൻ്റെ ചുമതലയെടുത്തു. മാധവനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അറിയുമെങ്കിലും പഴശ്ശിരാജാവിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. പഴശ്ശിരാജാവിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രധാന സൈന്യാധിപനായിരുന്ന തലക്കൽ ചന്തുവിനെ. അതുപോലെ തന്നെ തെക്കൻ ഭാഗത്ത് അന്ന് വേലുത്തമ്പിയുടെ പേരാണ് വന്നത്. പക്ഷേ വേലുത്തമ്പിയും മരയൻ, അങ്ങനെ ചെമ്പിലരയൻ, അങ്ങനെ പല പേരുകളും ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഇതൊന്നും എസ്റ്റാബ്ലിഷ്ഡ് അല്ല. അൺസങ് ഹീറോസ് എന്നൊക്കെ പറയില്ലേ, പല മേഖലയിലെ ഹീറോസ്. അപ്പോൾ അതിനെന്താണ്, കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ചെയ്യാം ഒരു നിശ്ചിത ഇൻ്റർവെല്ലിൽ. അപ്പോൾ നമ്മൾ മാധവനെക്കുറിച്ചും മറ്റതിനെക്കുറിച്ചും ഞങ്ങൾ വളരെ അവിടുത്തെ കരിന്തണ്ടൻ യാത്ര നടത്തണം. അതിനുശേഷം കരിന്തണ്ടനെ പോപ്പുലറൈസ് ചെയ്യുമ്പോൾ അടുത്തതായിട്ട് പലതും വന്നു, പ്രതിമ വന്നു, ബാക്കിയൊക്കെ വന്നു. ഇവിടെ മാധവ ഗണിത സമ്മേളനം നടത്തണം ഇരിങ്ങാലക്കുടയിൽ. അത് ഇരിങ്ങാലക്കുടയിൽ തന്നെ നടത്തണം. എന്ത് സൗകര്യങ്ങളില്ലെങ്കിലും പരിമിതമാണെങ്കിൽ അവിടെ നടത്തണം. 2, മാധവനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ലോകത്ത് എവിടെ ആളുണ്ടോ അവരവിടെ കൊണ്ടുവരണം, ഈ ഗ്രാമത്തിൽ കൊണ്ടുവരണം. അപ്പോൾ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ആ വർഷം തന്നെ ഒരു മാധവ ഗണിത പുരസ്കാരം ഏർപ്പെടുത്തി. ആ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ നടക്കും. ആ സമ്മേളനം ദേശീയ ഗണിത ദിനത്തിൻ്റെ അന്ന് ഡിസംബർ 22, രാമാനുജൻ്റെ ജന്മദിനമാണ്, പക്ഷേ ദേശീയ ഗണിത ദിനമാണ്. അന്ന് ഇരിങ്ങാലക്കുടയിൽ ഗണിത സമ്മേളനം നടക്കും, ഭാരതീയ ഗണിത സമ്മേളനം നടക്കും, മാധവ അനുസ്മരണം നടക്കും. മാധവൻ്റെ പേരിൽ ഒരു പുരസ്കാരം നൽകും. ആ പുരസ്കാരം ഒരു പ്രാവശ്യം കേരളത്തിലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക്, രണ്ടാമത് കേരളത്തിന് പുറത്താകാം, പക്ഷേ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ എത്ര ആൾക്കാർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അക്കാഡമിഷ്യൻസ് എന്ന് അറിയാം. അപ്പോൾ അവർ ഈ സ്ഥലത്ത് വരും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രമുഖരായ ആൾക്കാർ അക്കാഡമിക് ഫീൽഡിൽ, അത് ആർക്കിയോളജിയുടെ ആളാവാം, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ സെൻറ്റർ പ്രിസർവേഷനാവാം, UGCയുടെ ആൾക്കാരാവാം, അങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഇവിടെ എത്തിക്കാം. ഈ രീതിയിലാണ് ഒരു പ്രവർത്തനം ആരംഭിച്ചത്. 2, അവിടെ കുട്ടികളുടെ ഇടയിൽ അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചില ക്വിസ് മത്സരങ്ങൾ, ചില പേപ്പർ പ്രസൻറ്റേഷൻസ്, വേദഗണിതത്തിൻ്റെ പ്രചരണം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 12 മുതൽ 22, 10 വർഷമായപ്പോഴേക്കും മാധവൻ എസ്റ്റാബ്ലിഷ്ഡായി. നിരവധി പത്രങ്ങളിൽ വന്നു, ഡോക്യുമെൻറ്റുകൾ വന്നു. പക്ഷേ ആർക്കും പരിചയപ്പെടുത്താനൊരു പുസ്തകം ഉണ്ടായിരുന്നില്ല. ഗണിതമുണ്ട്, മാധവൻ്റെ ഗണിതത്തെക്കുറിച്ചുണ്ട്, അല്ലെങ്കിൽ ജ്യേഷ്ഠദേവൻ്റെ ഗണിതമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ ഹിസ്റ്ററി അതില്ല, മനസ്സിലായി. അങ്ങനെയാണ് ആദ്യകാലത്ത് മാധവനെ കണ്ടെത്തൽ എന്ന് പറഞ്ഞൊരു ചെറിയ പുസ്തകം, 10 പേജുള്ളൊരു പുസ്തകം നമ്പൂരി സാർ ഇറക്കിയിരുന്നു. മാധവനെ തേടി എന്ന് പറഞ്ഞിട്ട്, മാധവനെ കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ട് പുസ്തകം കയ്യിലുണ്ട്. പക്ഷേ അത് നമ്മളുടെ മാറി വന്ന സാഹചര്യത്തിൽ പര്യാപ്തമായിരുന്നില്ല. രണ്ടാമത് മാധവൻ്റെ ഒരു ഫോട്ടോ നമ്മൾ പോപ്പുലറൈസ് ചെയ്തു. ആ ഫോട്ടോ മാധവൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്നു പറയുന്ന തലമുറയിൽ നിന്നും അവരുടെ ഫോട്ടോസിൽ നിന്നും ഫോറൻസിക് ടെക്നോളജി ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ പെയിൻറ്റ് ചെയ്ത ഒരു ഫോട്ടോ ആണ് ഇന്ന് നെറ്റിലൊക്കെ കിട്ടുന്ന ഫോട്ടോ. ഒരു 14-ാം നൂറ്റാണ്ടിലെ ഒരു വിദ്വാൻ ആയിട്ട്. അപ്പോൾ ഇത് രണ്ടും കണ്ടിന്യൂസ് ആയി ചെയ്തിട്ട് ഈ ഫോട്ടോയും അതുപോലെ തന്നെ ഈ പുരസ്കാരവും പ്ലസ് മാധവനെക്കുറിച്ച് സാമാന്യം പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം, സംഗമഗ്രാമ മാധവൻ ആധുനിക ഗണിതത്തിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിൻ്റെ പൈതൃകം, അദ്ദേഹത്തിൻ്റെ കാലം, അദ്ദേഹത്തിൻ്റെ പ്രധാന ഗണിതം വളരെ കുറച്ച്, ചരിത്രവും കുറച്ച് നമ്മുടെ പൈതൃകത്തെയും ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പുസ്തകം വന്നപ്പോൾ ഒരൊറ്റ വർഷം കൊണ്ട് അതിന് 2 പതിപ്പ് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. പിന്നെ കൊറോണയൊക്കെ വന്ന സമയത്ത് ചില കാരണത്താൽ അത് നടന്നില്ല. പിന്നെ നമുക്കും അത് കൂടുതൽ ആഡ് ചെയ്യാനും സാധിച്ചില്ല. പക്ഷെ അതിന് ഭയങ്കര ഡിമാൻഡായി. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എല്ലാ ആൾക്കാരും മാധവനെ ഓൺ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ഓരോരുത്തരും പറയും ഞങ്ങളാണ് മാധവനെ കണ്ടെത്തിയത്. വളരെ നല്ലതാണ്, ആരും മാധവനെ കണ്ടെത്തി. മാധവൻ വാസ്തവത്തിൽ മാധവൻ എല്ലായിടത്തും ഉണ്ട്, ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്തേണ്ടത് നമ്മളാണെന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാവരും
ഇപ്പോൾ മാധവനെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു വലിയ സക്സസ് മാധവനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ മാധവ ഗണിത. അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ അന്ന് പറഞ്ഞത്, അന്ന് നമുക്ക് ഒരു സ്ഥാപനവും ഒരു മാധവ ഗണിത കേന്ദ്രം തുടങ്ങാൻ തയ്യാറായതാണ്. 2014 കേന്ദ്ര സംസ്കൃത സർവകലാശാലയായിട്ട് നമ്മൾ MOU സൈൻ ചെയ്യുകയും അതിൻ്റെ കേരളത്തിലെ ക്യാമ്പസ് പുറനാട്ടുകര ക്യാമ്പസിനെ ഇൻ്റർനാഷണലി എക്വിപ്പഡായിട്ടുള്ള ഒരു ഭാരതീയ ഗണിത ഗവേഷണ കേന്ദ്രമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ആ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചു. ഇപ്പോൾ മാധവ ഗണിത കേന്ദ്രം പ്രവർത്തിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ അവിടെ ഭാരതത്തിലെ പ്രൊഫസർമാർക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് FDP പ്രോഗ്രാം നടക്കുന്നു. പല ആൾക്കാരും പഠിച്ചു വരും. അടുത്ത അധ്യയന വർഷം മുതൽ അവിടെ കോഴ്സ് ആരംഭിക്കും. കേരളീയ ഗണിതത്തെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തുന്ന പ്രിലിമിനറി കോഴ്സായിട്ട് തുടങ്ങി, പിന്നെ ഗവേഷണം. അങ്ങനെയാണ് നമ്മളൊരു ഭാവി പരിപാടി ആ യൂണിവേഴ്സിറ്റിയിലൂടെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. മറ്റു പല യൂണിവേഴ്സിറ്റികളും ഇതിൻ്റെ തത്തുല്യമായിട്ട് NIT കാലിക്കറ്റ് മുഴുവൻ അതിൻ്റെ പിന്തുണയായിട്ട് വന്നു. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തുടങ്ങി. അമൃത യൂണിവേഴ്സിറ്റി തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ വെളിയനാട് ചിന്മയ യൂണിവേഴ്സിറ്റി, എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ ചില കോളേജുകൾ ഒരു കാലത്ത് പുറംതിരിഞ്ഞു നിന്ന കോളേജിൽ ചില ടീച്ചേഴ്സ്മാർക്കൊക്കെ വളരെ അവർ വന്നിട്ടിപ്പോൾ അവിടെയും മാധവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ പോലും അതൊക്കെ നല്ല കാര്യങ്ങളാണ്.